നമസ്കാരം. ബാബുജി ബത്തേരീസ് വേൾഡ് ഓഫ് വേർഡ്സിന്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് നിങ്ങൾക്കേവർക്കും സഹർഷം സ്വാഗതം. ഒരു പ്രസംഗകനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രാധാന്യമേറിയ എന്നാൽ പലപ്പോഴും അപ്രസക്തമെന്ന് തോന്നുന്ന ഒരു ഘടകമാണ് ഉപസംഹാരം അഥവാ കൺക്ലൂഷൻ. ആമുഖത്തെ പോലെയോ ചിലപ്പോൾ അതിലേറെയോ പ്രസക്തമായ ഒരു ഘടകമാണ് പരിസമാപ്തി. ആകർഷകമായ ഒരു ആമുഖം ആസ്വാദകരെ കൂടുതൽ ആകർഷിക്കുമെങ്കിൽ അർത്ഥവത്തായ ഒരു ഉപസംഹാരം അത് പ്രേക്ഷക മനസ്സിൽ പ്രതികരണങ്ങളുടെ നൂറ് തീക്കനലുകൾ വിതറും. നൂറ് പുതിയ പുതിയ ചോദ്യങ്ങൾ ഉയർത്തും. ഒരു ചെണ്ടമേളം പോലെ പതിയെ പൊട്ടിക്കയറി ഉച്ചസ്ഥായി ആരും പ്രതീക്ഷിക്കാത്ത സമയത്ത് നാം നമ്മുടെ പ്രസംഗത്തെ അവസാനിപ്പിക്കണം. ഊർജം പ്രസരിക്കുന്ന ചില ഉദ്ബോധനങ്ങളായി, നീറുന്ന ചില കാഴ്ചകളായി, അതുമല്ലെങ്കിൽ പ്രേക്ഷക മനസ്സിലുയർത്തുന്ന ചില ചോദ്യങ്ങളായി. എന്തിന് അല്പം കൂടി അദ്ദേഹം സംസാരിച്ചിരുന്നുവെങ്കിൽ എന്ന് പല പ്രേക്ഷകരും ആഗ്രഹിക്കുന്ന തരത്തിലാവണം നാം നമ്മുടെ പ്രസംഗത്തെ അവസാനിപ്പിക്കേണ്ടത്. നമ്മുടെ ആശയത്തെ പ്രേക്ഷകർ മനസ്സിലേക്ക് ആവാഹിച്ച് അത് അവരുടെ ജീവിതത്തോടൊപ്പം കൊണ്ടുപോകുമ്പോഴാണ് ഓരോ പ്രസംഗകനും വിജയിച്ചു എന്ന് കരുതാൻ കഴിയുക. എന്തിന് ചില ഉപമകളിലൂടെ, മറ്റു ചിലപ്പോൾ ചില കഥകളിലൂടെ, അതുമല്ലെങ്കിൽ പ്രശസ്തമായ ഒരു ഉദ്ധരണിയിലൂടെ, അതല്ലെങ്കിൽ കവിതാശകലങ്ങളിലൂടെ എന്നും ഓർത്തിരിക്കാൻ കഴിയുന്ന ഒരു ഉപസംഹാരത്തിലൂടെ വേണം പ്രസംഗത്തെ നാം അവസാനിപ്പിക്കേണ്ടത്. അത്തരത്തിൽ പറയുമ്പോൾ പ്രശസ്തനായ ഒരു കവി പാടിയതുപോലെ, അറിഞ്ഞതിൽ പാതി പറയാതെ പോയി, പറഞ്ഞതിൽ പാതി പതിരായും പോയി, പാതി കൃത്തിനാൽ പൊറുത്തിടുമ്പോൾ പാതി കൃത്തിനാൽ വെറുത്തുകൊള്ളുക. നന്ദി, നമസ്കാരം. കഴിഞ്ഞ 7 ഘടകങ്ങളെ കുറിച്ചാണ് നാം ഇതുവരെ പ്രതിപാദിച്ചത്. എന്നാൽ വരും എപ്പിസോഡുകളിൽ പ്രസംഗത്തിന്റെ വ്യത്യസ്തമായ രീതികളെ കുറിച്ചാണ് നാം പ്രതിപാദിക്കുന്നത്. വ്യത്യസ്ത പ്രസംഗങ്ങളുടെ വിശാലമായ ലോകത്ത് വീണ്ടും നാം കണ്ടുമുട്ടുന്നത് വരെ തൽക്കാലത്തേക്ക് വിടാം. ഈ എപ്പിസോഡ് ഇഷ്ടമായെങ്കിൽ നിങ്ങളിത് പരമാവധി ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തി ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ വിരലമർത്തി ഈ പരിപാടിയെയും എന്നെയും പ്രോത്സാഹിപ്പിക്കുവാൻ അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.